ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ലാൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. മധ്യകേരളം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പാലിയേക്കര ടോൾ പ്ലാസ സംബന്ധിച്ച് തന്നെയാണ്. പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതിലെന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നിരീക്ഷണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുനർവായന വേണം എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. അതായത് കഴിഞ്ഞ ഒക്ടോബർ 17 പാലിയേക്കരയിൽ ടോള് പുനരാരംഭിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെയുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലൊരു ഉത്തരവുണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതായത് ഈ റോഡിൻ്റെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ ഹൈക്കോടതി വീണ്ടും ടോൾ പിരിക്കാൻ കൊടുത്ത ഉത്തരവ് അത് ജനങ്ങൾക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ജനജീവിതത്തെ ബാധിക്കുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലുള്ള ഹർജി, സുപ്രീം കോടതിയിലുള്ള ഹർജി നിലനിൽക്കുന്നത്. അതോടൊപ്പം ഹൈക്കോടതിയിൽ ഒരു സുപ്രധാനപ്പെട്ട കേസ് കൂടി ഇന്ന് വരുന്നുണ്ട്. അത് കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ ഒരു വിമർശനമുണ്ടായിരുന്നു. പ്രധാനമായിട്ടും INTUC നേതാവായിട്ടുള്ള R ചന്ദ്രശേഖറിനെതിരെ ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുന്നില്ല, പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. എന്തുകൊണ്ടാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണോ സർക്കാർ ഇത്തരം നിലപാട് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ഹൈക്കോടതി തന്നെ ചോദിച്ചത് രാഷ്ട്രീയമായി തന്നെ LDFനും സർക്കാരിനും വലിയ വിമർശനമുണ്ടാക്കിയതാണ്. ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പരിഗണിക്കുന്ന വേളയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഈ രണ്ട് കേസുകളും സംബന്ധിച്ചുള്ള വിധി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള തീരുമാനം വരുമെന്നുള്ളത് ആകാംക്ഷ നിറഞ്ഞൊരു കാര്യം തന്നെ. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.